നമസ്കാരം ഗൈസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രി ആര് എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിമാർ ആരൊക്കെ, ഏത് സംസ്ഥാനത്തെ, എത്രയാണ് വാങ്ങുന്നേ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പിണറായി വിജയൻ ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ. 10ാം സ്ഥാനത്ത് സിക്കിം മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തൊമാങ്. സിക്കിം ക്രാന്തികാരി മോർച്ച പാർട്ടി മെമ്പറാണ്. 1,90,000 രൂപയാണ് അദ്ദേഹം മാസം ശമ്പളമായിട്ട് വാങ്ങുന്നത്. ഇത് എല്ലാ അലവൻസ് അടക്കാട്ടോ, ഹൗസിങ്, പെട്രോള്, ട്രാവല് എല്ലാം അടക്കമാണ് ഈ 1,90,000 കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മളിനി പറയാൻ പോകുന്ന എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ശമ്പളം. ഓക്കെ. ശമ്പളത്തിനെ കുറിച്ചുള്ള കൂടുതൽ എങ്ങനെയാണ് ശമ്പളം നിശ്ചയിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആദ്യത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി കണ്ടാൽ മതി. എന്നാൽ അതിൻ്റെ ഒരു തുടർച്ചയിലൂടെ നമുക്ക് കിട്ടുള്ളൂ. 9ാം സ്ഥാനത്ത് നമ്മളെല്ലാം കാത്തിരുന്ന ആൾ തന്നെയാണ്. യെസ് നമ്മുടെ സ്വന്തം കേരളമാണ്. നമ്മുടെ സ്വന്തം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എത്രയാണ് കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം? 1,85,000 രൂപയാണ് മാസം അദ്ദേഹത്തിന് ശമ്പളമായി കിട്ടുന്നത്. അപ്പോൾ അതിന് ഒരുപാട് അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ടാവും. വേണ്ട, ഞാനത് ഇതിനകത്തേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. നമ്മളെന്തിനാ രാഷ്ട്രീയം ഇതിനകത്ത് പറയുന്നല്ലേ? ഓക്കെ, അത് അവിടെ നിർത്തുക കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് രാഷ്ട്രീയം പറയാം. ഓക്കെ. 8ാം സ്ഥാനത്ത് 2 പേരാണുള്ളത്. ഒന്ന് രാജസ്ഥാൻ, ഭജൻലാൽ ശർമ്മ, BJP മുഖ്യമന്ത്രിയാണ്. 1,75,000 രൂപയാണ് മാസം ശമ്പളമായി മേടിക്കുന്നത്. 2 ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, അതും BJP മുഖ്യമന്ത്രി തന്നെയാണ്. സെയിം 1,75,000 മാസ ശമ്പളം. 7ാം സ്ഥാനത്ത് ഒഡീഷ മോഹൻ ചരൺ മാജിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. BJP മുഖ്യമന്ത്രിയാണ്. 1,60,000 അദ്ദേഹത്തിൻ്റെ ശമ്പളം. 6ാം സ്ഥാനത്ത് മേഘാലയാണ്. കോൺറാഡ് സാങ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. നാഷണൽ പീപ്പിൾസ് പാർട്ടി അംഗമാണ്. 1,50,000 അദ്ദേഹത്തിൻ്റെ ശമ്പളം. 5ാം സ്ഥാനം അരുണാചൽ പ്രദേശ്, പേമ ഖണ്ഡുവാണ് അവിടുത്തെ BJP മുഖ്യമന്ത്രി. 1,33,000 അദ്ദേഹത്തിൻ്റെ ശമ്പളം. 4 ആസാം, ഹിമന്ത ബിസ്വ ശർമ്മയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. BJP തന്നെയാണ്. എത്ര BJP മുഖ്യമന്ത്രിമാരായില്ലേ? 1,25,000 അദ്ദേഹത്തിൻ്റെ ശമ്പളം. 3ാം സ്ഥാനത്ത് മണിപ്പൂരാണ്. നോർത്താംബാം ബൈറൻ സിംഗ്, അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. BJP മുഖ്യമന്ത്രിയാണ്. 1,20,000 അദ്ദേഹത്തിൻ്റെ ശമ്പളം. 2ാം സ്ഥാനത്ത്, അതായത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് 2ാമത് ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രി നാഗാലാൻഡിലെയാണ്. നെയ്ഫ്യൂ റിയോ നാഷണൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അംഗമാണ്. 1,10,000 അദ്ദേഹത്തിൻ്റെ ശമ്പളം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രി. ഈ ശമ്പളം കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കഴിയുന്നത്? മുഖ്യമന്ത്രിക്കും ഇല്ല ചിലവുകളൊക്കെ. ത്രിപുര മാണിക് സാഹ, BJP മുഖ്യമന്ത്രിയാണ്. വെറും 1,05,000 രൂപ മാത്രമേ അദ്ദേഹത്തിന് സാലറി ആയിട്ട് ആ സംസ്ഥാനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ ശമ്പളമൊക്കെ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. എന്താണ് അവിടുത്തെ MLA-മാരുടെ അവസ്ഥ? കഷ്ടം തന്നെ. എന്നിട്ടും അവിടെ വലിയ വലിയ അഴിമതികളുടെ കഥയൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ലേ? പക്ഷേ വേറെ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ശമ്പളം മേടിച്ചിട്ടും അഴിമതി കാണിക്കുന്നതാണ്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തുതന്നെയായാലും ഇതാണ് ഈ ഏറ്റവും കുറവ് ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ഒരു ലിസ്റ്റ്. ഏറ്റവും കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാർട്ട് 1 വീഡിയോ പോയി കാണുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വരാം.